നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ബസ്സിൽ പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യ വ്യക്തികളും നല്ലവരാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ആളുകളാണ് ഞാനും നിങ്ങളും എല്ലാവരും. പക്ഷെ നമുക്ക് പല ആളുകളെയും കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് പല മുറിവുണ്ടാകുന്ന അനുഭവങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അയാൾ മോശമാണ്, അയാൾ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മളെപ്പോഴും പരിതപിക്കാറുണ്ട്. ഞാൻ എല്ലാവരും നല്ലവരാണ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവരെല്ലാവരും നല്ലവരാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് അങ്ങനെ എന്താ പറയാ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇല്ലാത്തതോ അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു റിയൽ ആയിട്ടുള്ള ഞാൻ ഈ നല്ലവരെന്ന് പറയുന്നത് ആ ഏത് വ്യക്തിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ ആള് ചെയ്യുന്ന കാര്യങ്ങളും ആളുടെ പ്രവൃത്തികളും എല്ലാതും നല്ലതായിട്ടാണ് അയാൾ ചിന്തിക്കുന്നത്. നല്ലതായിട്ടുള്ളത് മാത്രം നമ്മൾ പലരും പറയണ കേട്ടിട്ടുണ്ടല്ലോ. അതായത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, അതിന് പിന്നെ വേറെ ആരും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയാനുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ ഒരു ആംഗിളിലാണ് ഞാൻ പറയുന്നത്. ഓരോ വ്യക്തികളും അവരവരുടെ ഉള്ളിൽ നിന്ന് അവരെ കുറിച്ച് അവർ വിചാരിക്കുന്നത് ഞാൻ ചെയ്യണത് എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഞാനിത് റിയൽ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഒരു ഉദാഹരണം പറയണമെങ്കിൽ, ഞാൻ കുറച്ചു കാലം അതായത് ജയിൽവാസം ഒക്കെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജയിൽ പുള്ളികളായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരിൽ ഒരുപാട് പേര് എല്ലാവരും ഓരോ വിചിത്ര സ്വഭാവമുള്ള ആളുകളായിരുന്നു. എന്നിരുന്നാൽ തന്നെ എല്ലാവരും തന്നെ വളരെ ഒരു എന്താ പറയുക വളരെ പ്രയാസവും വിഷമവും ഒക്കെ അനുഭവിച്ച് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയും അങ്ങനത്തെ ഒരു ജയിലെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളെ മാത്രം ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരൻ എന്താ പറയാ ഭയങ്കര സന്തോഷത്തിലാണ്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ആള് തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ആളുടെ ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ജയിലിലാണെന്നുള്ള ഒരു ബോധം ഒന്നുമില്ല. തന്നെയല്ല ആള് അവിടെ ഓടി നടന്ന് ആർക്കൊക്കെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോ ജയിലിൽ നിന്ന് പുറത്ത് അവർക്ക് ബെയിലിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണോ, എന്ത് കാര്യത്തിനാണെങ്കിലും ആള് വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോ ഞാൻ ആളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോ മിക്കവാറും ജയിലിൽ ഇങ്ങനെ ഒരു കേജിനകത്ത് ഒരു 5-6 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോരോ അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തില് ഇയാള് കേരളത്തിലെ പൂജപ്പുര സെൻട്രൽ ജയിൽ തൊട്ട് കാസർഗോഡ്, കോഴിക്കോട്, നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക ഇവിടെയൊക്കെ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. ആള് 6 മാസം ജയിലിലും 6 മാസം പുറത്തുനിന്നുള്ള രീതിയിലാണ് ആളുടെ ഒരു ജീവിതം തന്നെ. ഒരുപാട് കാലമായിട്ട് ആൾ അങ്ങനെയാണ് ജീവിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അയാൾ ചെയ്യുന്ന കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഇയാൾക്ക് പോക്കറ്റ് അടിയാണ് മെയിനായിട്ടുള്ള ഇത്. ആളത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ട്രെയിൻ യാത്ര, അതുപോലെ ബസ് യാത്ര, അങ്ങനെയുള്ള ഇതുകളൊക്കെ വെച്ചിട്ട് പോക്കറ്റ് അടിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വസ്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് എടുത്തിട്ട് ആള് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രങ്ങൾ, ഒരു ആണിനെ സംബന്ധിച്ച് പറയുന്നത് ഷൂസ്, ബെൽറ്റ്, വാച്ച്, നല്ല നല്ല ഷർട്ടും പാൻറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആളിത് ഉപയോഗിച്ച് ചെയ്യുന്നത്. പിന്നെ നല്ല ഭക്ഷണം, ഇതൊക്കെയാണ് ആള് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ ഈ പുള്ളി ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഇതൊരു തെറ്റാണെന്ന് പോലും ആള് ചിന്തിക്കുന്നില്ല. അപ്പൊ അത് ഞാൻ ഒരു ദിവസം ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നതും അതും തന്നെയല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ഈവൺ ഇപ്പൊ ഈ ജയിലിൽ വന്ന് കിടക്കുമ്പോഴാണെങ്കിലും അയ്യോ ഞാൻ ജയിലിലാണല്ലോ എന്നുള്ള ഒരു ചിന്തയൊന്നും പുള്ളിക്കാരനില്ല. അപ്പൊ ആളോട് ചോദിച്ചപ്പോ ആള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആള് നമ്മള് നോബൽ സമ്മാനം കൊടുക്കേണ്ട ഒരാളാണെന്നുള്ള രീതിയിലാണ് അയാൾ സ്വയം പരിചയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ ഒരു തിയറി അല്ലെങ്കിൽ അയാള് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ മോഷ്ടിക്കുന്നത് ഗതിയില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്നല്ല, വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് മോഷ്ടിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഭൂമിയിലൊരു ബാലൻസിങ് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മോഷ്ടിക്കും. അവർക്ക് ഇത്രയൊന്നും പൈസയുടെ ആവശ്യമില്ല, എന്തിനാ ഒരാൾ ഇത്രയധികം പൈസ ഇത് ചെയ്യണേ. എന്നിട്ട് ആൾക്ക് ആവശ്യമുള്ളത് എടുത്ത് ആൾ ശരിക്കും അങ്ങനെയാണ് ചെയ്യണമെന്നാണ് പറയുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് അത് ഓരോരോ ആവശ്യങ്ങളനുസരിച്ച് ഇപ്പോൾ ആൾ പോണ സ്ഥലത്ത് ആരെങ്കിലും ഭക്ഷണം കിട്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ ആളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതുപോലെ ഈ ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ മരുന്ന് മേടിക്കാൻ ആവശ്യമില്ലാണ്ട് നിൽക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുടെ കയ്യിലത്ത് എത്ര പൈസ ഉണ്ടോ അത് വെച്ചിട്ട് ആളെ എത്ര ഹാപ്പി ആക്കാൻ പറ്റും, ഇതാണ് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളിത് ജീവിതത്തിൽ ഒരിക്കലും നിർത്താനും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പോക്കറ്റ് അടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലമൊന്നും ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ മിക്കവാറും ആൾക്ക് വരാറില്ല. പിന്നെ ഇയാളുടെ കീഴിൽ അല്ലെങ്കിൽ ഇയാളുടെ സംരക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഇയാള് ദാനം ചെയ്തിട്ടുള്ള വ്യക്തികള് തീർച്ചയായിട്ടും ഇങ്ങനോട് ഒരു ആരാധന ആയിരിക്കില്ല. ഇയാൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ മോഷ്ടിച്ചിട്ടാണോ, ഇനി മോഷ്ടിച്ചിട്ടാണെന്ന് അറിഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മളൊരു 90% ആൾക്കാർ നീ മോഷ്ടിച്ചുണ്ടാക്കിയ പൈസ കാരണം എനിക്ക് വേണ്ടാന്ന് പറയാവുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരല്ല. ചുരുക്കം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആളുകളെ നോക്കി കാണുമ്പോൾ നമ്മൾ പലരെ പറ്റിയും ഇങ്ങനെ അവര് ശരിയല്ല അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് ഇവൾ എങ്ങനെയാണെന്നത് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഓരോ വ്യക്തികളും അവരവരെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ ഏറ്റവും നല്ലതാണെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ആകെ തുക അയാളെ പോലെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യണോ എന്നുള്ളതല്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഈ നോക്കുന്ന കാഴ്ചപ്പാടും അല്ലെങ്കിൽ നമ്മളൊരാളെ നോക്കി കാണുന്നതും യഥാർത്ഥത്തിൽ ആ വ്യക്തി എന്താന്നുള്ളതും നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാറില്ല. നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകരിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ല പറയുന്നത്. എന്നിരുന്നാൽ തന്നെ ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ട് ആ രീതിയിൽ അർഹിക്കുന്ന ഒരു ബഹുമാനം സ്നേഹമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാനതിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ.